ഓക്കെ, ഗ്രീറ്റിങ്സ് എവ്രി വൺ. മൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു കൊമേഡിയൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് സ്ലീപ്പുമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉള്ള ഒരാളാണ്. ഓക്കെ, സ്ലീപ്പിൻ്റെ പാർട്ടായിട്ടല്ല, ഡ്രീമുമായിട്ടായിരുന്നു പുള്ളിക്ക് പ്രോബ്ലംസ്. ഒരു ദിവസം പുള്ളി ഹോട്ടലിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം പുള്ളി ഒരു സ്വപ്നം കണ്ടു. പുള്ളിയുടെ റൂമിലോട്ടൊരു മിസൈൽ ഇങ്ങനെ കുതിച്ച് വരുന്നതായിട്ട്. പക്ഷേ പുള്ളി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, റൂമിൽ നിന്നെടുത്ത് താഴോട്ട് ചാടി. പക്ഷേ ഡ്രീമിലല്ല ചാടിയത്, യഥാർത്ഥത്തിൽ ചാടി. കഷ്ടകാലത്തിന് വിൻഡോസ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. 33 സ്റ്റിച്ചായിരുന്നെന്നാണ് കേട്ടത്. ഓക്കെ, എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്? സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് കിട്ടുന്ന സമയമല്ല. അതായത് നമ്മുടെ ബ്രെയിന് റെസ്റ്റ് കിട്ടുന്നൊരു സമയമല്ല സ്ലീപ്പ്. ഓക്കെ, കുറച്ച് സ്ലോ ആവും, വേവ് കുറച്ച് സ്ലോ ആവും എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീപ്പിനെയും വേറൊരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ട് വിളിക്കാം. ആൻഡ് ഇതിനെക്കുറിച്ച് നമുക്ക് അധികം നാളൊന്നും ആയിട്ടില്ല നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. സ്ലീപ്പിനെ കുറിച്ചും അതിൻ്റെ ഡെപ്തിലോട്ട് അളക്കാൻ തുടങ്ങിയിട്ട് ഡെക്കേഡ്സ് ആയിട്ടേ ഉള്ളൂ. ലൈക്ക് ഫാക്ടേഴ്സ് ലൈക്ക് എന്തുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നു, എന്തൊക്കെയാണ് നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത്, എന്താണ് ഉറക്കം വരാത്തപ്പോൾ സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പുറകിൽ എന്തുകൊണ്ട് നമ്മൾ സ്വപ്നം കാണുന്നു, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ സയൻസിന് നമ്മളോട് പറയാനുണ്ട്. ഓക്കെ, എന്തോ ക്ലിയറായിട്ടൊന്നും ഇതുവരെ കണ്ടുപിടിച്ചില്ലെങ്കിലും ദർ ആർ ഡിഫറെൻറ്റ് അസംഷൻസ് അബൌട്ട് ഇറ്റ്. അപ്പം ഇന്ന് നമ്മൾ ഇത് തന്നെ നോക്കാൻ പോകുന്നത്, ഈ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്താണ് സ്ലീപ്പ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു വോണ്ട് നീഡ് എനി സ്റ്റിച്ചസ് ഇൻ ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് സ്ലീപ്പിൽ നിന്നാണ്, ഡെഫിനിഷനാണ്. Sleep is a process in which important physiological changes, example shifts in brain activity, slowing of basic bodily functions, are accompanied by major shifts in consciousness. Okay, പല ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ആൻഡ് നമ്മുടെ ബേസിക്കലി കോൺഷ്യസ്നെസ്സിൽ നിന്നൊരു ഷിഫ്റ്റാണ്, വേക്കിംഗ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് സ്ലീപ്പ് കോൺഷ്യസ്നെസ്സിലോട്ടുള്ള ഷിഫ്റ്റാണ്. നമ്മൾ മരിച്ച പോലെയൊക്കെ കിടക്കുമെങ്കിലും ഉറങ്ങുമ്പോൾ നമ്മുടെ പെർസെപ്ച്വലായിട്ടുള്ള വിൻഡോ സൈലൻ്റായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ ഇൻ ലൈഫ് നമ്മൾ 1/3 ഓഫ് ദ ലൈഫ് നമ്മൾ ഉറങ്ങിയാണ് തീർക്കാറ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്ത് ആൻഡ് സർവൈവൽ. ഓക്കെ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഒരു കറക്റ്റ് ഉത്തരമില്ല എന്തുകൊണ്ട് ഉറങ്ങുന്നു എന്നുള്ളത്. പക്ഷേ നമ്മുടെ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ന്യൂറോൺസിനും സെൽസിനൊക്കെ റെസ്റ്റ് വേണം, റിപ്പയർ ചെയ്യണം, അതിനൊക്കെ സഹായിക്കുന്ന ഒരു ടൈം പീരീഡാണ് ഈ സ്ലീപ്പ് എന്നുള്ളത്. അതുമാത്രമല്ല, സ്ലീപ്പ് നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്നു. നമ്മുടെ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ബേബീസ് കുറേ നേരം കിടന്നുറങ്ങുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഉറങ്ങി കിടന്ന കൊച്ചിനെ എടുത്ത് ശല്യപ്പെടുത്തരുത്. ഓക്കെ, ഇറ്റ് ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അതുമാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഫങ്ഷൻസിനൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ ഒരു ദിവസം നടന്ന പ്രോസസ്സുകളൊക്കെ ഈവൻസുകളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ്. ആൻഡ് നമ്മുടെ ക്രിയേറ്റിവിറ്റി വരെ ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഉറക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ റീസൺസും അറിയത്തില്ലെങ്കിലും എന്തുകൊണ്ട് ഉറങ്ങുന്നു എന്നുള്ളത് ടെക്നോളജി നമുക്ക് പല ഇൻസൈറ്റ്സ് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഉറങ്ങുന്നത് എന്നുള്ളത്. അതിന് നമ്മൾ ആദ്യം താങ്ക് ചെയ്യേണ്ട ഒരാളാണ് ലിറ്റിൽ ആർമണ്ട് എസറൻസ്കി എന്ന് പറഞ്ഞ ഒരു കുട്ടി. ഒരു രാത്രി 1950s ആയിരുന്നു ഇത് നടന്നത്. 8 വയസ്സുകാരനായ ആർമണ്ടിനെ അവൻ്റെ അപ്പൻ ബെഡിലോട്ട് കിടത്തി. സാധാരണ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് ഉറക്കാറ്. പക്ഷേ ഇന്ന് പുള്ളി എന്ത് ചെയ്തു, 2 ഇലക്ട്രോഡ്സ് ഫിറ്റ് ചെയ്തു തലയിൽ ആർമണ്ടിൻ്റെ. എന്നിട്ട് ഈ ഭീകരൻ്റെ പേരാണ് യൂഗിൻ അസറൻസ്കി. He was the guy who experimented EEG എന്ന് പറഞ്ഞ ഇലക്ട്രോഎൻസെഫലോഗ്രാഫ്. He was a graduate student and he tested new electroencephalograph. അപ്പം ഈ മെഷീനാണ്, EEG ആണ്, that measures the brain's electrical activities. ഓക്കെ, ബ്രെയിനിലെ ഗ്രാഫും കാര്യങ്ങളും എന്താണ് ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നതെന്ന് മെഷർ ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അത് മെഷീൻ പരീക്ഷിച്ചതാരുടെയിലാണ്, സ്വന്തം കൊച്ചിലാണ്. ആൻഡ് പുള്ളി നോട്ടീസ് ചെയ്തത് മകൻ നല്ല പീസ്ഫുള്ളായിട്ട് ഉറങ്ങുന്നു. ആ സമയത്ത് എൻ്റെ മെഷീനിലോട്ട് നോക്കുമ്പം ഒരു വേവ് പാറ്റേൺ കാണാൻ പറ്റുന്നു. ആൻഡ് ഈ ഡിസ്കവേർഡ് ദാറ്റ് ഈ ബ്രെയിൻ വെറുതെ ഉറങ്ങുമ്പം പവർ ഡൗൺ ചെയ്യുന്ന ഒരു സംഭവം അല്ലാതെ മനസ്സിലായി.
കാരണം വേവ്സ് ഓൾറെഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങുമ്പോഴും. ഓക്കെ, പക്ഷേ പുള്ളി കണ്ടുപിടിച്ചത് എന്താണ്? സ്ലീപ്പിന് സ്റ്റേജസ് ഉണ്ടെന്ന് മനസ്സിലായി. അതിനെയാണ് നമ്മളിന്ന് REM ഓർ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല അതിന് മുമ്പ് സ്റ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ REM കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ മറ്റ് സയൻറ്റിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടെന്ന് മനസ്സിലായി. എസ്പെഷ്യലി 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ കാണപ്പെടുന്ന EEG കാണപ്പെടുന്ന ഒരു വേവ് പാറ്റേണിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ EEGയിൽ കാണിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതിനെ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോഎൻസെഫലോഗ്രാഫ് എന്ന് വിളിക്കുന്നത്, ആ മെഷീനിന്. ഓക്കെ, അത് തന്നെ ഇലക്ട്രോമയോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരെണ്ണമുണ്ട്. അത് നമ്മുടെ മസിൽസിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോ ഓക്യുലോഗ്രാം എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അതാണ് നമ്മുടെ കണ്ണിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ് ചേഞ്ചസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇലക്ട്രോ ഓക്യുലോഗ്രാം EOG. ഓക്കെ, ഇപ്പം ഇമാജിൻ ചെയ്യാം, നിങ്ങൾ പോയി ഉറങ്ങാൻ പോകുകയെന്ന് വിചാരിക്കുക. നിങ്ങൾ എഴുന്നേറ്റിരിക്കുമ്പോൾ നിങ്ങളുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്ന എവേക്കിംഗ് ഹോർമോൺസ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കും അതൊരു സ്ലീപ്പി ഹോർമോൺ ആയിരിക്കും. മെലാറ്റോണിൻ ഹോർമോൺസ് പോലുള്ള നമ്മുടെ പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ ഹോർമോൺ. അതൊക്കെ ആയിരിക്കും രാത്രി സമയങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആയിരിക്കും ഉറങ്ങുമ്പം, പക്ഷേ എന്നാലും അവേക്ക് ആയിരിക്കും. അതായത് നമ്മുടെ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് എഴുന്നേറ്റിരിക്കുമ്പം റിലാക്സ്ഡ് ആവുന്നൊരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ആൽഫ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിൻ വേവ്സ് ദാറ്റ് ഒക്കർ വെൻ ഇൻഡിവിജ്വൽസ് ആർ അവേക്ക് ബട്ട് റിലാക്സ്ഡ്. ഈ സമയത്ത് നമ്മൾ ഭയങ്കര സ്ലീപ്പി ആയിട്ട്, ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പം ഉറക്കം തോന്നുന്നത്, നമ്മുടെ ബ്രെത്ത് സ്ലോ ആവും. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ സ്ലീപ്പ് ആവുകയാണ്. ഓക്കെ, ഉറങ്ങി. ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഉറങ്ങാൻ സ്ലീപ്പ് ആവുന്നൊരു എക്സാക്റ്റ് മൊമെൻറ്റ്, അത് നമുക്ക് ഈ EEG റീഡിങ്ങിൽ എക്സാക്ട്ലി മനസ്സിലാവാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ആൽഫ വേവ്സ് പയ്യെ ഫസ്റ്റ് സ്റ്റേജിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്ന് അതിനെയാണ് ഇറഗുലർ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് NREM1, അതാണ് ഫസ്റ്റ് സ്ലീപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഹിപ്നോഗോട്ടിക് സെൻസേഷൻ ഉണ്ടാകുന്നത്. വിച്ച് മീൻസ് നമുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഉറങ്ങുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പെട്ടെന്ന് താഴെ വീഴുന്നതായിട്ട് തോന്നും. നമ്മൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നൊരു സ്റ്റേജാണിത്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ടെത്തും. അതിനെയാണ് NREM2 എന്ന് വിളിക്കുന്നത്, നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, ഈ സമയത്താണ് നമ്മുടെ ബ്രെയിൻസ് ഒരു ചെറിയ എക്സിബിറ്ററി ബേസ്റ്റുകൾ കാണിക്കാൻ തുടങ്ങുന്നത്. അതായത് ഒരു സ്പിൻഡിൽ വേവ്സുകൾ കാണിക്കാൻ തുടങ്ങും ഗ്രാഫിൽ. അതിനാണ് സ്ലീപ്പ് സ്പിൻഡിൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ഉറക്കം തൂങ്ങിയിട്ടുണ്ടാകും, ഉറങ്ങിക്കാണും. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഓക്കെ, അതിനാണ് NREM2 എന്ന് വിളിക്കുന്നത്. NREM3 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ഡെൽറ്റ വേവ്സ് ആയിരിക്കും സംഭവിക്കുന്നത്. ഡെൽറ്റ വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഹൈ ആംപ്ലിറ്റ്യൂഡ് ബ്രെയിൻ വേവ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സെവറൽ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ബട്ട് എസ്പെഷ്യലി ഡ്യൂറിങ് സ്റ്റേജ് 4. ഇതാണ് അവസാനം നടക്കുന്നത്. ഹൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ബ്രെയിൻ വേവ്സ് അല്ലെങ്കിൽ ലോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ബ്രെയിൻ വേവ്സ്, അതിനെയാണ് ഡെൽറ്റ വേവ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ആദ്യത്തെ 2-3 സ്റ്റേജുകളിൽ നമുക്ക് പയ്യെ സ്വപ്നം കാണാനൊക്കെ തുടങ്ങും. പക്ഷേ ഈ ഒരു സ്റ്റേജിലാണ്, ഈ സ്റ്റേജ് കഴിയുമ്പോഴാണ്, NREM3 കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും വിവിഡായിട്ട് വിഷ്വലായിട്ട് ഡ്രീം ചെയ്യാൻ തുടങ്ങുന്നത്. ആ സ്റ്റേജിനെ പറയുന്നതാണ് REM സ്ലീപ്പ് സ്റ്റേജ്. ഓക്കെ, REM റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ്. ഇതാണ് ആ ഫേമസ് സ്റ്റേജ് വേർ നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് താഴെ വീഴുന്നത് തോന്നുന്നു എന്നൊക്കെ തോന്നുന്നു പറയുന്നത്. നമ്മുടെ മെയിൻ ഡ്രീംസൊക്കെ കാണുന്ന സ്റ്റേജാണ് REM സ്ലീപ്പ്. വിൽ ബി ഡീപ്ലി ഇൻ സ്ലീപ്പ്. ഈ സമയത്ത് നമ്മുടെ കണ്ണൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. ഈ REM സ്ലീപ്പ് എന്ന് പറയുന്നത് കുറച്ച് പാരഡോക്സിക്കലാണ്. കാരണം നമ്മുടെ മോട്ടോ കോർട്ടക്സ് ഭയങ്കര ആക്റ്റീവായിരിക്കും ഈ സമയത്ത്. പക്ഷേ നമ്മുടെ ബ്രെയിൻ സ്റ്റെം ഇതിനെ ബ്ലോക്ക് ചെയ്യും, മെസ്സേജസിനെ. അതുകൊണ്ട് തന്നെ നമുക്ക് മസിൽസ് ഒന്നും അനക്കാൻ പറ്റത്തില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റും, പക്ഷേ നമുക്ക് ശരീരം അനക്കാൻ പറ്റത്തില്ല. ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇതൊരു കൈൻഡ് ഓഫ് പാരഡോക്സിക്കൽ സ്റ്റേജാണ് REM എന്ന് പറയുന്നത്. ഈ ഈ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ഓർ സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.
അതായത് ഓരോ 90 മിനിറ്റുകളും ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസിഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ സ്റ്റേജിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആദ്യം NREM വരുന്നു, NREM 2 വരുന്നു, 3 വരുന്നു, പിന്നെ REM വരുന്നു, പിന്നെ ഇത് തന്നെ NREM 1 മുതലിങ്ങനെ സ്ലീപ്പ് സൈക്കിൾ ആയിക്കൊണ്ടിരിക്കുന്നു. സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്ലീപ്പ് ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹെൽത്തി പ്രോബ്ലംസ് ഉണ്ടാവും, മെൻ്റൽ എബിലിറ്റീസിൽ പ്രോബ്ലംസ് ഉണ്ടാവും, മൂഡിൽ പ്രോബ്ലംസ് ഉണ്ടാവും. എന്തിനാ, നമ്മുടെ ഡിപ്രഷനുമായിട്ട് തന്നെ ബേസ് ചെയ്തിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, അപ്പം മറ്റുള്ള പ്രോബ്ലംസ് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, നമ്മുടെ ഹങ്കർ അറൗസിങ്ങും ഹങ്കർ സപ്രസ് ചെയ്യാനുള്ള ഹോർമോൺസൊക്കെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് ഡെപ്രിവേഷൻ എന്നുള്ളത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് സമയത്തിന് റിയാക്ട് ചെയ്യണമെങ്കിൽ സ്ലീപ്പ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കത്തിനെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ചില സമയത്ത് നമുക്ക് റിയാക്ഷൻ ടൈംസൊക്കെ പക്കയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് എന്തെങ്കിലും സ്ലീപ്പ് ചെയ്യണം. ചില രാത്രികളിൽ എക്സെപ്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കും. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ലൈക്ക് കൺസിസ്റ്റൻ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ദിസ് എ സീരിയസ് സ്ലീപ്പിംഗ് ഡിസോർഡർ. പല സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്, അതായിരിക്കും നമ്മളിനിയും പറയാൻ പോകുന്നത്. പക്ഷേ ഇപ്പം മൈക്ക് താഴെ വീണില്ലേ എമർജൻസി റൂമിലോട്ട്, അതുപോലെ പല രോഗങ്ങളുണ്ട്. ഇൻസോംനിയ, നാർക്കോലെപ്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രോഗങ്ങളുണ്ട്. അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്.